ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനും സൂര്യനും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഉള്ളത് കോട്ടയ്ക്കൽ. കോട്ടയ്ക്കൽ ഞാൻ എത്തണ്ട അതിൻ്റെ മുൻപ്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 10:15 ആയപ്പോഴാണ് തോന്നുന്നത് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇവിടുന്ന് കഴിപ്പൊന്നും ഉണ്ടാവില്ല. രാവിലെ ഏട്ടന് പോണ സമയത്തേക്ക് ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയതാണ്. ഞങ്ങൾ പിന്നെ ഇനിയിപ്പോൾ എപ്പോഴാ തിരിച്ചു വരുന്നതൊന്നും ഒരു കണക്കില്ലാണ്ടാണ് പോണത്. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് സാവകാശം ഇങ്ങനെ പോരണം. അതാണ് ഉദ്ദേശം. കാര്യമായിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനോ ഒന്നുമില്ല. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സമയം അവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കണം. അതായത് ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇതൊരു സമാധാനം, ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നെസ്റ്റോയിലേക്ക്. ഇതിപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടൊരു എത്ര മാസമായി, 2 മാസമൊക്കെ ആയി തോന്നുന്നു. മുൻപ് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ നേരത്ത് ഭയങ്കര തിരക്കായിരുന്നു. വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. ഒരു ഗ്രോസറി ഷോപ്പിംഗ് പോലെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ സമയത്ത് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ചയാണ് ഞങ്ങൾ അന്ന് പോയത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ഇതാ തീരെ തിരക്കൊന്നുമില്ല. ഞങ്ങൾ രാവിലെ എത്തും ചെയ്തില്ലേ, 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നല്ലോ. പിന്നെ ക്രിസ്മസിൻ്റെ ദിവസമാണ് രാവിലെ. അപ്പോൾ പിന്നെ അങ്ങനെ തിരക്കൊന്നുമില്ല. പൊതുവേ ഇവിടെ ക്രിസ്മസിന് അങ്ങനെ ഷോപ്പിംഗ് മാളിലൊന്നും അങ്ങനെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. പാർക്കിങ്ങിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ പാർക്കിംഗ് ആയിരുന്നല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം ആകെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടേ വണ്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുക, പാർക്കിംഗ് കിട്ടാനായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അധികം സ്ഥലമില്ലാത്ത പോലെ എന്തൊക്കെയോ ഒരു പോലെ തോന്നുന്നുണ്ടായിരുന്നു അന്ന്. ഇപ്പം ഇതാ ഒഴിഞ്ഞിങ്ങനെ കിടക്കുമ്പോഴേ ഇത്രയും വലിയ പാർക്കിംഗ് ആയിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. ഞങ്ങൾ ആദ്യം ലിഫ്റ്റിൽ കയറിയപ്പോഴേ ആദ്യം തന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഇതിലാണ് വന്നത്. പിന്നെ തോന്നി അല്ല, ഇവിടുന്ന് ഇപ്പോൾ ആദ്യം തന്നെ സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ മുകളിൽ പോകണ്ടേ. അപ്പോൾ ആദ്യം ഇനി മുകളിൽ നിന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് നേരെ എസ്കലേറ്റർ വഴി അങ്ങോട്ട് മേലേക്ക് കയറി ചെയ്തത്. ഇതൊരു 3 നില നെസ്റ്റമാണ് കേട്ടോ. ഏറ്റവും മുകളിൽ ഫാഷൻ ഈ ഡ്രസ്സ് ഐറ്റംസ്, രണ്ടാമത്തേൽ പാത്രങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റം അങ്ങനെ എന്തൊക്കെയോ, പിന്നെ ഏറ്റവും അതിൻ്റെ താഴെയുള്ളതാണ് ഈ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവന് ആദ്യം ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും മുകളിലത്തെ നിലയിൽ പോവാണ്. അവൻ്റെ വല്യമ്മ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അവൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി. അപ്പോൾ അന്ന് അവന് എക്സാമിൻ്റെ ടൈം ആയ കാരണം പുറത്തു പോലോ വാങ്ങിക്കലോ ഒന്നും നടന്നില്ല. പിന്നെ അവൻ്റെ അച്ഛനും അമ്മമ്മയും കൊടുത്ത പൈസ കൊണ്ട് അവൻ ഓൺലൈനിൽ സാധനം വാങ്ങുക ചെയ്തത്. പിന്നെ എനിക്ക് സാലറി കിട്ടുമ്പോൾ എന്തെങ്കിലും അവന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ആദ്യമേ ഉള്ള കരാറാണ്, മുൻപേ ഉള്ള കരാറാണ്. അതിപ്പോഴും ഇപ്പൊ പുറത്തു പോയി ജോലി ചെയ്തിട്ടുള്ള സാലറി അല്ലെങ്കിലും യൂട്യൂബ് പേയ്മെന്റ് കിട്ടുമ്പോൾ അവന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കരാറ്. മുൻപ് അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഒരു 1ൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ഞാൻ പ്രഗ്നൻ്റ് ആവണതിൻ്റെ മുൻപ് ഞാൻ അപ്പോൾ റിസൈൻ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റിന് നാട്ടിലേക്ക് വന്നതാണല്ലോ. പിന്നെ അവന് പിന്നെ ഒരു 3 വയസ്സുള്ളപ്പോൾ ഒരു 2 മാസം പോയി. പിന്നെ ഭയങ്കര കരച്ചിലും ബഹളമായപ്പോൾ പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ അവനൊരു 1-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവൻ്റെ അടുത്ത്, ഞാൻ ഇനി ജോലിക്ക് പോട്ടെ എന്നുള്ളതൊക്കെ. അപ്പോൾ അവൻ്റെ സമ്മതത്തിൽ തന്നെയാണ് ഞാൻ പോയത്. അപ്പോൾ അവന് ഞാൻ കുറേ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാലറി കിട്ടുമ്പോൾ നിനക്ക് ടോയ്സൊക്കെ ഞാൻ വാങ്ങിച്ചു തരുമല്ലോ എന്നൊക്കെ. അപ്പോൾ അതിൽ വീണു അവൻ. എന്നിട്ട് അവൻ വലിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരുമിച്ചല്ല വാങ്ങിച്ചു തരാം, ഓരോ മാസം സാലറി കിട്ടുമ്പോൾ ഒരു ടോയ് വാങ്ങിച്ചു തരാം. അങ്ങനെ അവന് ഇതേപോലെ എന്തൊക്കെയോ ഇങ്ങനെ ആ ടോയ് ഈ ടോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ആ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഓരോ മാസത്തേക്കും ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ രീതിയിൽ അതൊക്കെ കൊണ്ട് വാങ്ങിച്ചെടുക്കും ഞാൻ ഓരോ മാസത്തെ സാലറി കിട്ടുമ്പോൾ. അങ്ങനെ അവൻ്റെ സെലക്ഷൻ കഴിഞ്ഞു കേട്ടോ. 2 ടീഷർട്ട് എടുത്തു. 3 ഇട്ട് നോക്കാൻ പോയിരുന്നു, അതിൽ 2 ഓക്കെ ആയി. അപ്പോൾ അവനതെടുത്തു. ഇനി ഞാനാണ് അടുത്തത്. ഈ ഡ്രസ്സൊക്കെ ഞാൻ വെറുതെ ചുമ്മാ വെച്ച് നോക്കുന്നതാണ് കേട്ടോ. എനിക്കറിയാം ഇത് ഞാൻ എടുക്കണമെന്നില്ല എന്നുള്ളത്. പക്ഷേ എനിക്കിങ്ങനെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അറിയില്ല, ഞാനിങ്ങനെ എല്ലാം എടുത്തിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കും. എടുക്കില്ല എന്നൊക്കെ അറിയാം, എന്നാലും ഒരു രസം. അങ്ങനെ ഡെയിലി യൂസിന് പറ്റുന്ന കുർത്തികളിൽ അവിടെ എത്തി. അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിന്
25 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ 2 എടുക്കാമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആമസോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, കോട്ടൺ കുർത്തികളുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ ഇതിന്ന് 2 എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മെറൂണും എടുത്തിട്ടുണ്ട്, ആ ബ്ലൂ ഇല്ലേ അതും എടുത്തു. പിന്നെ അതിന് ഏതെങ്കിലും ലെഗിൻസ് അങ്ങ് ഇട്ടാൽ മതി, വൈറ്റ് ലെഗിൻസ് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഇതിൻ്റെ ഇടയിൽ ഏട്ടനൊരു ടീഷർട്ട് എടുത്തിരുന്നു കേട്ടോ, സൂര്യൻ്റെ ഒരു ആ ബ്ലൂ ടീഷർട്ടിൻ്റെ കളർ ചേഞ്ച് ഒരെണ്ണം ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ താഴത്തേക്കല്ല അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് ഹോം അപ്ലയൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ആണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെറുതെ പാത്രങ്ങളൊക്കെ ഒന്ന് നോക്കി. എനിക്കിങ്ങനെ ഈ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി, ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിൽ ആ നേരത്തെ നോക്കിയ സ്റ്റീൽ ടൈപ്പ് ഉള്ളത് എനിക്കിങ്ങനെ വാങ്ങിക്കാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊരു ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല. ഞാനിങ്ങനെ നെയ്യിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു, പക്ഷെ അതിങ്ങനെ ടൈറ്റല്ല. അത് കാരണം പിന്നെ എടുത്തില്ല, അതവിടെ തന്നെ വെച്ചു. ഞാനിത് ആമസോണിലും കണ്ടിട്ട് ഞാനത് കാർട്ടിലിട്ട് വെച്ച ഐറ്റമാണ്. ഇനിയിപ്പോൾ അതിനെ കാർട്ടിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാം. അതിപ്പോൾ കണ്ടല്ലോ, നേരിട്ട് കണ്ടല്ലോ. സൂര്യൻ മുൻപ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ ഡ്രസ്സിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ആ ഏരിയയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നാലെ ഇങ്ങനെ ഓടി വരും കേട്ടോ, അമ്മയ്ക്ക് എത്ര ഡ്രസ്സുണ്ട്, അമ്മയ്ക്ക് ഷെൽഫിൽ അത്ര ഡ്രസ്സുണ്ട്, ഇത്ര ഡ്രസ്സുണ്ട് എന്നൊക്കെ ഇങ്ങനെ എണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയും, നിങ്ങൾ 2 പേരും കൂടിയിട്ടൊന്ന് നടക്കും, ഞാനൊന്ന് സമാധാനത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നോട്ടെ എന്ന്. ഇപ്പം ആള് മാറിയിട്ടോ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് അമ്മയ്ക്ക് ചേരും, ഇത് ഓരോ സെലക്ഷൻ്റെ അവനൊപ്പം ഉണ്ടാവും. ഈ ഏരിയയിൽ നിന്ന് ആകെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കയ്യിൽ പറഞ്ഞാലേ തവി 2-3 വാങ്ങിക്കാൻ എനിക്കിങ്ങനെ ഒരു വേണമെന്നുള്ള ആവശ്യമുള്ളത് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അങ്ങനത്തെ ചെറുതും വലുതുമായിട്ടുള്ള 2-3 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പുട്ടുകൂടം കണ്ടപ്പോൾ വെറുതെ ഒന്ന് നോക്കി, ഞാൻ ഉദ്ദേശിക്കുന്ന തരമാണോ എന്ന്. അല്ല, ഇനി ഇത് മിക്കവാറും കിട്ടില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കൂടെ എങ്ങനെയും കാണുന്നൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് തന്നെ ഞാൻ വാങ്ങിക്കായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി താഴെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടാണ്. ഈ 2 സ്ഥലത്തും കുറേ ടൈം എടുത്തിരിക്കുന്നു. ഞങ്ങൾ ഒരറ്റത്തു നിന്ന് മറ്ററ്റത്തേക്ക് ഇറക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും, തിരക്കും ഇല്ലല്ലോ. കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നിട്ട് ആ സമയമൊക്കെ പോയിരിക്കുന്നു. ഇപ്പോൾ താഴെ എത്തി, സൂപ്പർ മാർക്കറ്റിലെത്തി, ഫുഡൊക്കെ വാങ്ങിച്ച്. ഇവിടെ ഫുഡ് കോർട്ട് വേറെ ഇല്ല, ഈ നെസ്റ്റോനകത്തുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഇതുണ്ട്. ഫുഡ് ഐറ്റംസ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ടേബിളൊക്കെ ഇട്ടിട്ടുള്ള. വേറെ എവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, ഫുഡ് കോർട്ട് ഇല്ലാത്ത കാരണമായിരിക്കും. അവൻ ചിക്കൻ മന്തിയും ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. പിന്നെ വേറെ എന്തൊക്കെയോ ചിക്കൻ ഐറ്റംസ് വേറെ ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളത് കുറച്ചാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ വേറെ ഐറ്റംസ് ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ ഇത് കഴിച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവനാണ് ഇനി ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ. അവൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ, വേറൊന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ ഗ്രോസറി സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവനാവശ്യമുള്ള ക്രോസൻ, പിന്നെന്താ സോസ്, പാസ്ത, ചോക്ലേറ്റ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അവനിഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ മാളിലുള്ള കറക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ പാർക്കിംഗ് കാണുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു. ഉച്ച കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമയം, അപ്പോൾ കുറച്ചുകൂടി തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരു 1:30 കഴിഞ്ഞ് 2 മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയത്. സൂര്യൻ ഭയങ്കര ഹാപ്പിയാണ്, സാധനങ്ങളൊക്കെ അവനുള്ള സാധനങ്ങളല്ലേ നിറച്ച് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 50K ആവുമ്പോൾ നിങ്ങൾക്കും സന്തോഷിക്കാം കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞില്ലേ ഗിവ് അവേ നടത്തുന്നുണ്ടെന്ന്. 50K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ എന്നാവുന്നൊന്നും പറയാൻ പറ്റില്ല. 50K ഇപ്പം 40K ആവാൻ പോകുന്നേ ഉള്ളൂ. ഏതെങ്കിലും വീഡിയോസൊക്കെ അങ്ങ് വൈറലാവുകയാണെങ്കിൽ പെട്ടെന്നാവും, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 50K ആവും ചെയ്യും. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ, ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ആരും മടി കാണിക്കരുത്. ഞാൻ 50K ആവുമ്പോൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം, പിന്നീടൊരു വീഡിയോ ഇടുകയും ചെയ്യാം. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഗിവ് അവേ നടത്താം. ചെറിയ ഗിഫ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ, എന്നാലും ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ഇഷ്ടത്തോടെ തരുന്നതല്ലേ. സൂര്യൻ്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് വീണിട്ട് അവൻ ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കിക്കത് എങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയതെന്ന്. ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വീണപ്പോൾ മുൻപ് പല്ലി കയറിയിട്ട് ഞാൻ ഹെൽമെറ്റ് വീശിയെറിഞ്ഞില്ലേ, ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അന്ന് ആ ഹെൽമെറ്റ് കേട് വന്നിട്ടാ. ഇത് പിന്നെ അത്രയ്ക്ക് കുഴപ്പമൊന്നും വന്നിട്ടൊന്നുമില്ല. സ്ക്രാച്ചൊക്കെ ചെറുതായിട്ട് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ടുള്ള വരവാണ് കേട്ടോ. ഡ്രസ്സ് നിങ്ങളെ കാണിക്കും വേണ്ടേ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ നെസ്റ്റോന്ന് വാങ്ങിച്ചില്ലേ, ആ ഒരു ഡ്രസ്സാണ്.
ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ അവിടെ നിന്ന് 2-3 തവി എടുത്തിട്ടുണ്ട്, 3 തവി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ 3 തവിയാണിത്. 2 സ്റ്റീലിൻ്റെ, പിന്നെ മറ്റേതെന്താ ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ എനിക്കിപ്പോൾ പറയാൻ അതിന് വരുന്നില്ല. അത് ചോറ് വിളമ്പാനും ഇതിനൊക്കെ. എൻ്റെ അടുത്ത് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, എന്നാലും ഒന്നുകൂടി വേണമെന്ന് തോന്നി. ഇനി അങ്ങനെ കുറേ സാധനങ്ങൾ ഒതുക്കി പെറുക്കി വെക്കാനൊന്നുമില്ല, ഒക്കെ സൂര്യൻ്റെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് റെഡിയാക്കി. നൂഡിൽസൊക്കെയാണ് ഉണ്ട്. ഇനിയിപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ആരോഗ്യ സംരക്ഷകരൊക്കെ കൂടിയിട്ടിങ്ങ് വരും. എന്നാലും ഞാനൊരു ഷോർട്ട് ഇടും. നമ്മളുണ്ടല്ലോ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഫുഡ്, അതായത് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങളാണ്, എന്നും ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മളുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന മിക്ക ദിവസങ്ങളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. എപ്പോഴെങ്കിലും പുറത്തുനിന്ന് ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർക്കത് ഇഷ്ടമുള്ള സാധനങ്ങളല്ല, അല്ലെങ്കിൽ അവർക്കത് ഭയങ്കര കൊതി തോന്നും. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പറയുമ്പോൾ ഞാനിതൊന്നും കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാണുമ്പോൾ ഇതെന്താ ഈ ഐറ്റം, ഇത് എങ്ങനെ ഇരിക്കും, അതൊന്നും ഇല്ലാണ്ട് ആ കുട്ടി ഇങ്ങനെ എന്തിനാ അങ്ങനെ നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആക്കിയിട്ടൊക്കെ വളർത്തുന്നത്. നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ പോരെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി ഫുഡൊക്കെ നന്നായിട്ട് എപ്പോഴും കൊടുക്കുക. ഇതുപോലെ അവർക്ക് കൊതി തോന്നുന്ന ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഈ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, നിങ്ങളെ നിർബന്ധിക്കുന്നതല്ല. ചിലർക്ക് ഇതിനോട് ഭയങ്കര എതിർപ്പുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരെ ഞാൻ ഉപദേശിക്കുന്നതോ നിർബന്ധിക്കുന്നതല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടം പോലെയാണല്ലോ ഓരോരുത്തരുടെ ഇഷ്ടം. എല്ലാവർക്കും അത് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഞങ്ങൾ രണ്ടാളും കുറച്ച് നന്നാരി സർബത്ത് കുടിക്കട്ടെ കേട്ടോ. ഇത് നന്നാരി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ് ഈ ബോട്ടിൽ. നന്നാരി സർബത്ത് നമുക്ക് വീട്ടിൽ തന്നെ, ഈ സിറപ്പില്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ബോട്ടിൽ വാങ്ങിക്കുക ചെയ്യുക. നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കിയാൽ. ഞാനതിൻ്റെ ഈ നന്നാരി സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ പണ്ടിട്ടിട്ടുണ്ട്. ആദ്യം UAE തുടങ്ങുന്ന ആ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വെറുതെ കുക്കിംഗ് മാത്രമായിട്ടുള്ള ഇട്ടുണ്ടായിരുന്നത്, അന്നത് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങൾ നന്നാരി സർബത്തൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.